മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ പണ്ട് ആളുകൾ തമ്മിൽ, രണ്ട് മതവിശ്വാസികൾ തമ്മിൽ സംസാരിച്ചാൽ അത് സൗഹാർദ്ദമായിരുന്നു. രണ്ട് മതവിശ്വാസികൾ തമ്മിൽ ഭക്ഷണം കഴിച്ചാൽ അത് സൗഹാർദ്ദമായിരുന്നു. രണ്ട് മതത്തിൽപ്പെട്ടവർ തമ്മിൽ ഒന്നിച്ച് യാത്ര ചെയ്താൽ അത് സൗഹാർദ്ദമായി. എന്നാൽ ഇന്ന് പരസ്പരം ഒന്ന് കണ്ടാലോ കെട്ടിപ്പിടിച്ചാലോ സംസാരിച്ചാലോ അതൊക്കെ അത് മതസൗഹാർദ്ദമായി എന്ന് പ്രത്യേകം പ്രൂവ് ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അതൊക്കെ ഫേസ്ബുക്കിൽ ഇടേണ്ട ഒരു വല്ലാത്ത ഗതികേടിലാണ് നമ്മുടെ അയൽവാസിയായ വേണുവാകട്ടെ, ജോസഫ് ആകട്ടെ, രാമനാകട്ടെ, ആരാകട്ടെ, അവരോട് നിന്ന് സാധാരണ സംസാരിക്കുന്ന സംസാരം എപ്പോൾ എന്ത് ചെയ്യണം? അത് ഫോട്ടോ എടുത്തും കണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇടണം. എന്നെങ്കിലേ ഞാൻ എന്താകുള്ളൂ, സൗഹാർദ്ദമുള്ളവരോ. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മതസൗഹാർദ്ദം തെളിയിക്കേണ്ട ഒരു അമിത ബാധ്യത അനാവശ്യമായി ഇന്ന് മുസ്ലിം സമുദായം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം ഒരു ബാധ്യതയാണ്. മറ്റുള്ളവരുടെ വാളിൽ പലപ്പോഴും ഇത് കാണാറില്ല. മുസ്ലിങ്ങൾക്ക് എന്ത് വേണം? അവരിപ്പോഴും ഇനി ഇവിടെ നല്ല നിലക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവരോടൊക്കെ നല്ല നിലക്കാണ് കഴിയുന്നത് എന്ന് കഴിഞ്ഞാൽ മാത്രം പോരാ, വേറുള്ളവരെ ബോധ്യപ്പെടുത്തുകയും വേണം. ആ ബാധ്യത ആരെങ്കിലും കെട്ടിയേൽപ്പിച്ചതല്ല. ചില മുസ്ലിങ്ങളായ ആളുകൾ സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് ഇനി പറയാതിരുന്നിട്ട് നിർവാഹമല്ല. കാരണം എന്താ പറയുക, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ വേഷം കെട്ടി ആടുമ്പോൾ ഇനി അങ്ങനെ വേഷം കെട്ടി ആടാത്തവനൊക്കെ വർഗീയവാദിയാകാൻ പോവുകയാണ്, അവരൊക്കെ തീവ്രവാദിയാകാൻ പോവുകയാണ്. അതുകൊണ്ട് അതിന് ബ്രേക്ക് ഇട്ടേ പറ്റുള്ളൂ. ഈ കാഴ്ചപ്പാടിന് കൃത്യമായ നിലപാടുകൾ ഈ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. മതലയനമാണ് മതസൗഹാർദ്ദം എന്ന ഒരു തെറ്റായ കാഴ്ചപ്പാടിന് ഇന്ന് കാഹളം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചെണ്ട മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വഴിത്താരകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ബ്രേക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വലിയ കാലുഷ്യമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ? എല്ലാ മതങ്ങളും പരസ്പരം ലയിക്കലാണോ? എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആരാധനകളും ആഘോഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറലാണോ? അപ്പോഴാണോ സൗഹാർദ്ദം ഉണ്ടാകുക? അതിന് മതലയനം എന്നാണ് പേര്. അത് മതം ലയിപ്പിക്കുക എന്നാണ് പേര്. മതലയനമല്ല സൗഹാർദ്ദം. ഓരോരുത്തരും അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ആദരിക്കാനും ബഹുമാനിക്കാനും സഹിഷ്ണുതയോടുകൂടി വീക്ഷിക്കാനുമുള്ള ഒരു വിശാല മനസ്സുണ്ടാവുക എന്നതാണ് യഥാർത്ഥത്തിൽ സൗഹാർദ്ദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് ഇന്ത്യൻ ബഹുസ്വരത, അതാണ് ഇന്ത്യൻ മതനിരപേക്ഷത, അതാണ് നമ്മുടെ ഭരണഘടന നമ്മോട് പറയുന്നത്. ഓരോ വ്യക്തിക്കും മതമുണ്ടാകാം, ഗവൺമെന്റിന് മതമുണ്ടാകാൻ പാടില്ല എന്നതാണ് നമ്മുടെ മതനിരപേക്ഷതയുടെ തത്വം. ഇന്ന് നേരെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തികൾക്കാർക്കും മതം പാടില്ല, അതൊക്കെ ഒറ്റൊന്നായാൽ മതി. എല്ലാവരും എല്ലാ മതവും അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുക, അല്ലെങ്കിൽ എല്ലാ മതവും കൊണ്ട് ഒഴിവാക്കുക. ഒന്നുകിൽ മതനിരാസം അല്ലെങ്കിൽ മതലയനം. അത് മതി വ്യക്തികൾക്ക്. യഥാർത്ഥത്തിൽ ഒരു മതത്തിൽ മാത്രം നിന്നവൻ വർഗീയവാദിയായി, അവൻ തീവ്രവാദിയായി. ഈ രീതിയിലേക്കാണ് ആഖ്യാനം പോകുന്നത്. ഒന്നുകിൽ ആ രീതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, ഒരു നിലക്കും മതം പാടില്ല എന്ന് പറഞ്ഞ സർക്കാരുകൾക്ക് മതം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സർക്കാർ നിഷ്പക്ഷമാകണമെന്നാണ് നിയമം. പക്ഷേ സർക്കാരിന് പലപ്പോഴും മതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സർക്കാരിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ മതത്തിന്റെ ആളുകളാണോ എന്ന് സംശയിക്കാവുന്ന രീതിയിൽ അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേക വിഭാഗത്തിന് പ്രിവിലേജ് കൊടുക്കുന്നു, മറ്റൊരു വിഭാഗത്തിന് മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് പാർലമെന്ററി ജനാധിപത്യത്തിൽ അവരെ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നു. അവരെ പൗരത്വം നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ സകല പ്രിവിലേജുകളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ വഖഫ് സ്വത്തുകൾ അപഹരിക്കുന്നതിന് വേണ്ടി വഖഫ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഏക സിവിൽ കോഡിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സർക്കാരിന് മതം പാടില്ല എന്ന ഭരണഘടനയുടെ തത്വം അട്ടിമറിച്ച് സർക്കാരിന് മതമുണ്ടാവുകയും പൗരന്മാർക്ക് മതമനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്ന തലകീഴായി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ജനങ്ങളെ ഉത്ബുദ്ധരാക്കി ശരിയായ നിലപാടിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നത് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ഏറ്റവും വലിയൊരു ബാധ്യതയാണ്. എന്താ ഇസ്ലാം പറഞ്ഞത്? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ഏതൊരു സമൂഹത്തോടാണോ സദൃശരായത്, സ്വാഭാവികമായും നിങ്ങൾ അവരിൽപ്പെട്ടവരായി. പിന്നെ അവന് നെയ്യത്ത് ഇങ്ങനെ കുത്തിച്ചോഞ്ഞത് ആൾക്കാർ എല്ലാം ചെയ്യാം, എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. വേഷവും ഭാഷയും രീതിയും രൂപവും മറ്റൊരു സമുദായത്തിനോട് സദൃശമായാൽ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ടവരായി. ഇത്ര കർശനമായി പറഞ്ഞ ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗഹാർദ്ദം എന്ന് പറയുന്നത് അവരെ മതം വിട്ടുകൊണ്ടല്ല,
മതത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരോട് സൗഹാർദ്ദം. ആ വേലിയാണ് ഇന്ന് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനുഷ്യ സൗഹാർദ്ദം മതി. ഇനി വരാൻ പോണത് എന്താന്ന് ചോദിച്ചാൽ, ഇനി പള്ളികളിൽ കുർബാനകളും പ്രതിഷ്ഠകളും വെക്കേണ്ട ഒരു സാഹചര്യം, എങ്കിലേ അവൻ മതസൗഹാർദ്ദമുള്ളവനാവുകയുള്ളൂ എന്ന് ആഖ്യാനിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ലക്ഷണങ്ങൾ കാണുന്നത്. ഇനി അമ്പലങ്ങളിൽ വെച്ച് ജുമുഅ നടത്തിയാൽ മാത്രമേ അത് സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാവുകയുള്ളൂ എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി ചർച്ചുകളിൽ വെച്ച് ഇഫ്താറും വിഷുക്കണിയും ഒരുക്കിയെങ്കിൽ മാത്രമേ ക്രിസ്ത്യാനികൾക്ക് സൗഹാർദ്ദം ഉണ്ടാവുകയുള്ളൂ എന്ന് വ്യാഖ്യാനിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ മനസ്സിലാക്കുക, ഇത് വെവ്വേറെയായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിന് വെവ്വേറെ ആശയങ്ങളുള്ളത് കൊണ്ടാണ്. അമ്പലങ്ങളിൽ ബഹുദൈവാരാധനയാണ് അവിടെ നടക്കുന്നതും അവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ചർച്ചുകളിൽ ത്രിയേകത്വമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു. ആ അള്ളാഹുവിനുള്ള പള്ളികളിൽ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അള്ളാഹുവിനുള്ളതാകുന്നു പള്ളികൾ. അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് മാത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടി, ആ തൗഹീദ് പഠിപ്പിക്കുന്നതിന് വേണ്ടി, അതിന്റെ ഖുതുബകൾ നടത്തുന്നതിന് വേണ്ടി ഉള്ള പരിശുദ്ധമായ മെമ്പറുകളിൽ നിന്ന് തന്നെ അതിന് വിരുദ്ധമായ സന്ദേശങ്ങൾ പറയാൻ വേണ്ടിയാണ് പള്ളിയെങ്കിൽ പിന്നെന്തിനാ പള്ളിയും അമ്പലവും ചർച്ചും വേറിട്ട് നിൽക്കേണ്ട കാര്യം? എന്തിനാ വേറെ പൂജാരിമാര്? എല്ലാം ഒറ്റ സ്ഥാപനം മതിയല്ലോ. എന്നാൽ വെറുതെന്തിനാ വേറെ രജിസ്ട്രേഷൻ? ഒരൊറ്റ സ്ഥാപനം ഉണ്ടാക്കുക. രാവിലെ പോയിട്ട് എന്ത് ചെയ്യുക, അവിടെ നിവേദ്യങ്ങളും പ്രതിഷ്ഠയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുക. ഉച്ചക്ക് പോയിട്ട് നിസ്കരിക്കുക, വൈകുന്നേരം പോയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളും ചെയ്യുക. ഒരൊറ്റ സ്ഥാപനം മതി, മൂന്നിനും ഒരു കമ്മിറ്റി. എന്തിനാ വെറുതെ അഭ്യാസം കാണിക്കണ? വെറുതെ ഒന്നെങ്കിലും ഇതൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ വ്യത്യാസത്തോടു കൂടി നിർത്തുക. അല്ലാന്നുണ്ടെങ്കിലോ ഇതൊന്നും വേണ്ടെന്ന് വെക്കുക. കാപട്യം കാണിക്കരുത് ഒരിക്കലും. ഇത് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കരുത്. അത്ര സൗഹാർദ്ദമുണ്ട് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത ഒന്നും മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അത് എല്ലാവർക്കും ഉള്ളതാണ് ഇവിടുത്തെ ബാധ്യത. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കിവിടെ മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത്. അവിടെ ജാതി നോക്കണ്ട, മതം നോക്കണ്ട. നമ്മൾ നടന്നു പോവുക. നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് ഒരു ബൈക്ക് വന്ന് വീണു ഒരാൾ, അയാൾ തെറിച്ച് ഉരുണ്ടുപോയി. നമ്മളെ ബാധ്യത എന്താ? അയാളെ പോക്കറ്റ് പരിശോധിച്ച് അയാൾ ആധാർ കാർഡ് എടുത്ത് നോക്കി അയാളെ മതം ഏതാന്ന് നോക്കി കണ്ട് അയാളെ ആസ്പത്രിയിൽ കൊണ്ടുപോകണ്ട്? അല്ല, അയാളെ വേഗം എടുത്തുകൊണ്ട് വേഗം തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അത് ഏത് മതമായാലും വളരെ ജാതി ആയാലും മനുഷ്യനാണ്. അവിടെ മതവും ജാതി നോക്കേണ്ട കാര്യമില്ല. മാനുഷികമായ വിഷയങ്ങൾ. ഒരു ക്യാൻസർ രോഗി, ഒരു കിഡ്നി പേഷ്യന്റ്, അവന്റെ മതം നോക്കേണ്ട കാര്യമില്ല. എൻ്റെ മകളുടെ കല്യാണത്തിന് എനിക്ക് കല്യാണം നടത്താൻ പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്, സഹായിക്കണം. അവിടെ മതം നോക്കേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ട്, മതം നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ ഈ കേരളത്തിൽ എത്ര കാലമായി ഒന്നിച്ച് ജീവിക്കുന്നു? അതാരെങ്കിലും പഠിപ്പിച്ചിട്ട് വേണോ? പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിൽ ജോലി ചെയ്തു പോയ മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ എത്രയെത്ര സ്റ്റോറികൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ പേടിയോടുകൂടി ഭീതിയോടുകൂടിയാണ് ഞാൻ വന്നത്. എൻ്റെ അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, നീ മലപ്പുറത്തേക്കാണ് പോകുന്നത് എന്ന്. ആ ഭയത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വണ്ടി വന്നിറങ്ങിയത്. പക്ഷേ 25 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഈ മലപ്പുറത്തുള്ള മനുഷ്യന്മാരുടെ അത്ര നല്ല മനസ്സുള്ള മനുഷ്യരെ ഞാൻ എൻ്റെ നാട്ടിൽ പോലും കണ്ടിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞ എത്ര ആളുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. എന്തിനധികം, ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഇനി തിരിച്ചു പോകുന്നില്ല, ഞാനൊരു മലപ്പുറത്തുകാരനായി ഇവിടെ ജീവിക്കുകയാണെന്ന് പറഞ്ഞ് ഇവിടെ 10 സെന്റ് സ്ഥലം വാങ്ങി ഇവിടെ വീട് വെച്ച് താമസിക്കുന്ന ആയിരങ്ങളില്ല ഇവിടെ. ഇത്ര സൗഹാർദ്ദത്തിലാണ് നമ്മുടെ നാട് കഴിഞ്ഞു പോകുന്നത്. എന്നിട്ട് അവിടെ വന്നുകൊണ്ട് ഇനി സൗഹാർദ്ദം ഉണ്ടാകണമെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മതവിശ്വാസത്തിൽ മാറ്റം ഒരേപോലെ പങ്കിട്ടാൽ മാത്രമേ സൗഹാർദ്ദം ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു ഭാഷ്യം, ഒരു നരേറ്റീവ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം എന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നല്ല മുസ്ലിം, ചീത്ത മുസ്ലിം എന്നൊരു ബൈനറി ഇന്ന് ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും റമദാൻ മാസം വന്നാൽ നോമ്പ് വെൽക്കുക, അതേപോലെ 5 വക്ത് നിസ്കരിക്കുക, അല്ലേ, സക്കാത്ത് കൊടുക്കുക, അങ്ങനെ നല്ല കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇസ്ലാമികമായ വേഷം ധരിക്കുക, പുരുഷനാണെങ്കിൽ താടി വെക്കുക, സ്ത്രീകളാണെങ്കിൽ നല്ല അയഞ്ഞ വസ്ത്രം എടുക്കുക. അവരൊക്കെയാണ് നല്ല മുസ്ലിങ്ങൾ എന്നല്ലേ വിചാരിക്കുക? അല്ല, ഇവരെ ഭാഷയിൽ നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ അതല്ല.
ഇങ്ങനെ ചെയ്യണവരൊക്കെ ചീത്ത മുസ്ലിം. നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? ഇങ്ങനെ ഒരു റമദാൻ ക്ലാസ്സിലൊക്കെ വരിക, അപ്പോൾ അവിടെ വരുമ്പോൾ നല്ല ഭക്തിയോടുകൂടി ഇരിക്കുക, പള്ളിക്ക് പോകുമ്പോൾ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക. അതേ ആൾ തന്നെ ആ പള്ളി തിരിഞ്ഞിട്ട് നേരെ സിനിമ തിയേറ്ററിലേക്ക് പോവുക, അവിടെ സിനിമ കാണുക, വേണമെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കാൻ വകുപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അഭിനയിക്കുക, അതിൽ സ്ത്രീയുമായി അര ചുറ്റി പിടിച്ചുകൊണ്ടുള്ള കറങ്ങിങ്ങാണ്ട് അഭിനയിക്കണമെങ്കിൽ അങ്ങനെ അഭിനയിക്കാം, അതിനും ഒരു പ്രശ്നമില്ല. അപ്പൊ ചെന്നിടത്ത് ചെന്ന ആ സാഹചര്യത്തിനനുസരിച്ച് തൻ്റെ മതവും വേഷവും വാശിയൊക്കെ ഒഴിവാക്കി അതിനനുസരിച്ച് നിന്ന് കൊടുക്കുക. ഏതുപോലെ? ഒരു പിന്നെ വെള്ളത്തെ പോലെ. വെള്ളത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് പാത്രത്തിൽ ഒഴിച്ചോ ആ പാത്രത്തിന്റെ ആകൃതി ആയിരിക്കും. കുപ്പിയിൽ ഒഴിച്ചാൽ കുപ്പിന്റെ ആകൃതി, പരന്ന പാത്രത്തിൽ ഒഴിച്ചാൽ അതിന്റെ ആകൃതി. അഥവാ അവനവൻ എവിടെ ചെന്നോ ആ ചെന്ന സാഹചര്യത്തിനനുസരിച്ച് മാറണം. അവനാണ് നല്ല മുസ്ലിം. അങ്ങനത്തെ ആളുകളെയാണ് സെലിബ്രേറ്റ് ചെയ്യുക. ഇതാണ് റിയൽ സ്റ്റോറി. ഇതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി. എന്താ റിയൽ സ്റ്റോറി? എല്ലാവരും ചെയ്യുക, ഒരു ബൊഫേ സിസ്റ്റം. അതാണ് ഇപ്പം റിയൽ സ്റ്റോറി അല്ലേ? ഒരു DJ പാർട്ടി ഉണ്ടെങ്കിൽ അവിടെ ആടി തിമിർക്കുന്നുണ്ടാവും, മദ്യം ഉപയോഗിക്കുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും. അതേ ആൾ തന്നെ വെള്ളിയാഴ്ച പള്ളിക്ക് വന്നിങ്ങാണ്ട് തുപ്പിക്കെട്ട് കണ്ട് വളരെ ഉഷാറായിട്ട് പ്രാർത്ഥിച്ചിരിക്കും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും സെലിബ്രേറ്റ് ചെയ്യും, രണ്ടും ഇൻസ്റ്റാഗ്രാമിലിടും. അപ്പോൾ ഇതിന്ന് കാണുന്ന ആൾക്ക് എന്ത് മനസ്സിലാകണം? യഥാർത്ഥ മുസ്ലിം പറഞ്ഞാൽ അങ്ങനെ ആകണം. എന്ത്? പള്ളിയിൽ വരുമ്പോൾ പള്ളിക്കനുസരിച്ച്, അമ്പലത്തിൽ ചെല്ലുമ്പോൾ അമ്പലത്തിനനുസരിച്ച്, വേറെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടേക്കനുസരിച്ച്. അതല്ലാതെ ഞാൻ ഏകദൈവ വിശ്വാസിയാണ്, ഞാൻ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് എല്ലാ സമയത്തും പറയാൻ പാടില്ല. ഞാൻ ഇസ്ലാമികമായ വേഷം എല്ലാ സമയത്തും ധരിക്കുള്ളൂ എന്ന് പറയാൻ പാടില്ല. ഞാൻ ഈ താടി ഒരിക്കലും ഒഴിവാക്കൂല എന്ന് പറയാൻ പാടില്ല. അതൊക്കെ പറഞ്ഞാൽ ഭീകരവാദിയായി, തീവ്രവാദിയായി, അനുഷ്ഠാന തീവ്രവാദിയായി, അക്ഷര പൂജകനായി, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് കൊണ്ടുവരിക. അവർ മോശപ്പെട്ട മുസ്ലിം. സൂഫി ഇസ്ലാം എന്നൊരു ഇസ്ലാം ആ നിലക്ക് ആഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെയുള്ള കുറെ പണ്ഡിതന്മാരെ പിടിച്ചുകൊണ്ടുപോയിട്ട് അവർക്ക് ഭയങ്കര ആദരവ്, ബഹുമാനം. എന്നാൽ അവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. അവർക്കെല്ലാ രാഷ്ട്രീയമായ അഭയം, ഭരണപരമായ എല്ലാ സൗകര്യങ്ങൾ. എന്നാൽ അതിനനുസരിച്ച് തൂക്കമൊപ്പിക്കാത്ത ആളുകളാണെങ്കിലോ അവർ മോശക്കാർ, അവരിവിടെ കുഴപ്പക്കാർ, അവർ തീവ്രവാദി. ഈ ബൈനറിയാണ് ഇന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് മുസ്ലിം സമുദായം തിരിച്ചറിയേണ്ടത്. ബദഅ അൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഉറബാ. ഈ ഹദീസ് എല്ലാവരും ഓർത്തു വെക്കണം. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഇസ്ലാം അപരിചിതമായിട്ടാണ് കടന്നു വന്നത്, അത് അപരിചിതാവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും. ആ സമയത്ത് ഫതൂബാ ലിൽ ഉറബാ, ആരാണോ അപരിചിതർ അവർക്കാകുന്നു മംഗളമെന്ന്. അല്ലാതെ കൂടെ കൂടികൾക്കല്ല, എവിടെ ചെന്നോ അതിനനുസരിച്ച് വേഷം കെട്ടുന്നവർക്കല്ല. നാളെ നരകത്തിൽ പോകുന്ന ആളുകളോട് എന്തേ നിങ്ങൾ നരകത്തിൽ വരാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി ഉണ്ട്, ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒഴുകുന്നവരോടൊപ്പം അങ്ങ് ഒഴുകി. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ബഹുദൈവ വിശ്വാസത്തിന്റെ എലമെന്റുകൾ ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ കൂടിക്കൊടുത്തു. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ DJ പാർട്ടി ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ കൂടിക്കൊടുത്തു. ഞാൻ ചെന്നപ്പോൾ അവിടെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ കൂടിക്കൊടുത്തു. അങ്ങനെ ചെന്നിടത്തൊക്കെ ഞാൻ കൂടിക്കൊടുത്തു, ഒഴുകുന്നവരോടൊപ്പം ഒഴുകി. അതുകൊണ്ടാണ് ഈ നരകത്തിൽ വന്നത്. അപ്പൊ ഒഴുകുന്നവരോടൊപ്പം ഒഴുകുന്നവനല്ല വിശ്വാസി, തിരിച്ച് നീന്താൻ കെൽപ്പുള്ളവനാണ്. തിരിച്ചു നീന്താൻ കെൽപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ റമദാൻ. ആ റമദാനിലാണ് നമ്മൾ ആ ഊർജം ശേഖരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിലും ഞാൻ ഏകദൈവ വിശ്വാസിയാണ്, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഏതൊരു സാഹചര്യത്തിലും ഞാൻ മുസ്ലിമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ കഴിയുക എന്നതാണ്. അത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് പ്രഖ്യാപിക്കാൻ നമ്മുടെ ഭരണഘടന നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. അത് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നമ്മളോട് മറ്റുള്ള ഒരു മതവിഭാഗത്തിലുള്ള ബുദ്ധിയും ബോധവും സംസ്കാരവുമുള്ള ഒരാളും പടങ്ങൂല. അവർക്കൊക്കെ കാര്യം നല്ല ധാരണ ഉണ്ട്. സാധാരണക്കാർക്ക് ഒരു പ്രശ്നവും ഇവിടെ അല്ല. കുറച്ച് പുരോഹിതന്മാർക്കും കുറച്ച് മേലധികാരികൾക്കും സോഷ്യൽ മീഡിയയിൽ കുറച്ച് റീച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും അമ്മാനമാടാനുള്ളതല്ല ഈ മതം എന്ന് പറയുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്നതല്ല സൗഹാർദ്ദത്തിന്റെ അതിർവരമ്പുകൾ. അതിവിടുത്തെ കേരളക്കാർക്കറിയാം, മലയാളികൾക്കറിയാം, ഇന്ത്യക്കാർക്കറിയാം എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ ഈ ഇന്ത്യ രാജ്യം കടന്നു വന്നിട്ടുണ്ട്. ഇന്ത്യ വിഭജനം ഉണ്ടായിട്ടുണ്ട്, പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് മുസ്ലിമീങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്, കൂട്ടപലായനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കടൽ കടന്നു വന്നവരാണ് മുസ്ലിമീങ്ങൾ, ഇന്ത്യൻ ജനത. ഈ തോട് കണ്ട് ഒരിക്കലും അവർ ഭയപ്പെടുകയില്ല.
കേരളത്തിൽ 921 ഉണ്ടായി, മലബാർ കലാപമുണ്ടായി, വാഗൺ ട്രാജഡി ഇന്നും ഒരു സ്മാരകമായി അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. നമ്മുടെ മുൻഗാമികൾ എന്തൊക്കെ വേദനകളും വിഷമങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നവരാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ. അന്നൊന്നും ഈ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുപോവുകയല്ല പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്. മറിച്ച് അവരുടെ അസ്തിത്വത്തിലും വ്യക്തിത്വത്തിലും നിലപാടിലും ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ ഈ സമൂഹത്തെ നയിച്ചിട്ടുള്ളത്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം.